നമസ്കാരം. ഡൽഹിയിൽ നിന്ന് വളരെ ശുഭകരമായ വാർത്തകൾ ഇന്നലെ വന്നു. എന്നാൽ ആ വാർത്തകൾ ചില ആശങ്കകൾ ജനാധിപത്യത്തിനുണ്ട്. ഡൽഹി പ്രതീക്ഷയാണ്, അതുപോലെ ആശങ്കയുമാണ്. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷയാണെന്ന് പറയുന്നതിന് കയ്യടി കിട്ടുകയും കൂടുതൽ അഭിപ്രായങ്ങൾ ആളുകൾ പറയുകയും, ആശങ്കയാണെന്ന് പറയുന്നതിന് എനിക്കൊരു പക്ഷേ, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തന്നെ ഒരുപക്ഷെ നെഗറ്റീവ് വരാനും സാധ്യതയുണ്ട്. എന്നാലും ചില നിഗമനങ്ങൾ പറയാതെ നമുക്ക് പോകാനാകില്ല. ഒന്നാമത്തെ വിഷയം, ഡൽഹിയുടെ ഇപ്പോൾ നടന്നിരിക്കുന്ന വിഷയം കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമരം, നീറ്റ് പരീക്ഷയുടെ ഒരു സമരം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അവിടെ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു പ്രസ്താവന, ഇന്ത്യയിൽ യുവാക്കൾ ജോലിയില്ലാതെ തെണ്ടിപ്പറക്കി നടക്കുകയാണ്, അവർ പാറ്റകളെ പോലെ പറന്നു നടക്കുന്നു, ഒരു ശല്യമാണ് ഒരു പ്രസ്താവന വന്നു. അങ്ങനെയാണെങ്കിൽ ആ പാറ്റകൾ ഇന്ത്യക്ക് അനിവാര്യമാണ് എന്ന് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയോടെയാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത് എന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം. മോദി എടുത്ത ഒരു തന്ത്രമുണ്ട്, അതേ തന്ത്രമാണ് ന്യൂജൻസും ഇസഡ് ജെന്നും ഒക്കെ എടുത്തത്. മോദി എടുത്ത തന്ത്രം മുഖ്യധാരാ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു വാശിയും വൈരാഗ്യവും മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൊലയാളിയായി ചിത്രീകരിച്ചതിൻ്റെ ബാക്കി പത്രമായി മുഖ്യധാരാ മാധ്യമങ്ങളെ ഒഴിവാക്കിയാണ് മോദി പോയിക്കൊണ്ടിരുന്നത്. അതേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിവാക്കി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമും എക്സും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ ആയിരുന്നു മോഡി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതേ ഇൻസ്റ്റഗ്രാം തന്നെ മോഡിക്ക് പണി കൊടുത്തു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തുറന്ന ചന്തയാണ് എന്ന് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാരും ഭരണാധികാരികളും തിരിച്ചറിയണം. പത്രങ്ങളിലും മീഡിയകളെ മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കി, ആ സംവാദം ഒഴിവാക്കി മറ്റൊരു വൺ സൈഡഡ് മാത്രമുള്ള ഒരു ചിത്രത്തിലേക്ക്, അതായത് മൻ കി ബാത്ത്, ഇതുപോലെ ഇൻസ്റ്റഗ്രാം വൺ സൈഡ് മാത്രം പറയുന്ന ഒരു ആശയ സംവാദ സംവേദന രീതി BJP ഡെവലപ്പ് ചെയ്തെടുത്തു മോദി. പക്ഷേ അതിനൊരു അപകടമുള്ളത്, വൺ സൈഡ് ആകുമ്പോൾ മറു സൈഡ് പറയാൻ കഴിയുന്നവരും പറയാൻ കഴിയാത്തവരുടെയും ഒരു അക്യുമുലേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പ്രതിഷേധത്തിൻ്റെ രൂപത്തിലാണ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അണ പൊട്ടിയാൽ വല്ലാതെ പൊട്ടും. ആ പൊട്ടലാണെന്ന് ഡൽഹിയിൽ കണ്ടത്. ഡൽഹി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എൻ്റെ ആശങ്ക, കാലാകാലങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുകയും, അതിപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും അവരായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP ആണ്. BJP ഇപ്പോൾ വരുന്നൊരു റീസെൻ്റായിട്ട് കുറച്ച് വർഷത്തെ പാരമ്പര്യമല്ലേ ഉള്ളൂ ഭരണത്തിൽ വന്നിട്ട്. ബാക്കിയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പരാജയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകിൽ സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാനവാദം കയറി വരും, സംസ്ഥാന പാർട്ടികൾ കയറി വരും, അല്ലെങ്കിൽ ഇതുപോലുള്ള ജനകീയ കൂട്ടായ്മകൾ വരും. ഇതിനൊരു പോസിറ്റീവ് ഉണ്ട്. ആ പ്രദേശത്തെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രാദേശികമായി ഉണ്ടായാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, ഒക്കെ ശരിയാണ്. തമിഴ്നാട് അങ്ങനെ പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് എല്ലാ കാലവും പോകുന്നത്. ദേശീയ പാർട്ടികൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇതായിരുന്നു പലയിടത്തെയും സ്ഥിതി. ആസാമിൽ ആസാം ഗണപരിഷത്ത് വന്നു, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വന്നു. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറയുന്നതും അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും വിശ്വാസരാഹിത്യത്തിലേക്കും പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും വലിയ ഒരു അടിയാണ്, അതൊരാശങ്കയാണ്. കാരണം ന്യൂജൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 23 കോടി കുട്ടികൾ ഉണ്ടാകും അടുത്ത ഇലക്ഷനിൽ. 100-150 കോടിയിൽ വോട്ട്, അതായത് 30 വയസ്സിന് താഴെ വരുന്ന ഒരു 23 കോടി ആളുകളെങ്കിലും അടുത്ത 2029 വോട്ടിന് ഉണ്ടാകും. ആ 23 കോടി
യുവാക്കൾ, ചെറുപ്പക്കാരികൾ ആവേശഭരിതമായി പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഭിന്നിച്ച് നിന്ന് വോട്ട് ചെയ്താലോ വോട്ട് ചെയ്യാതിരുന്നാലോ ജനാധിപത്യം ക്ഷയിക്കും, ക്ഷീണിക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന സമരമായിരുന്നെങ്കിൽ, കാരണം ഇതിനേക്കാൾ വലിയ തോതിൽ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. പക്ഷേ ന്യൂജനെയൊന്നും അങ്ങോട്ട് കിട്ടിയില്ല, ഇസഡ്ജനും ഒന്നും അങ്ങോട്ട് പോയില്ല. അതൊക്കെ പാർട്ടിക്കാർ മാത്രം നടത്തിയ ഒരു പരിപാടിയായി അവസാനിച്ചു. പാർട്ടികൾ നടത്തുന്ന പരിപാടികൾക്ക് വഴിപാട് സമരങ്ങൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ ചടങ്ങുകൾക്കപ്പുറമുള്ള ഒരവസ്ഥ കിട്ടുന്നില്ല എന്നുള്ളതും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോറത്തിൽ ആളുകൾ കൂടുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ കുറേ ശരികളുണ്ട്, കുറേ അപകടവും പതിയിരിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ പിറകിൽ പോയി നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല കാഴ്ചയല്ല. ഞാനതാ പറഞ്ഞത്, ഇത് തർക്കത്തിനും വിവാദത്തിനുമുള്ളൊരു വിഷയമല്ല. പക്ഷേ ഇന്ത്യയിൽ കൃത്യമായ ഒരു ഭരണകക്ഷിയും അവരുടെ ഓരോ ചെയ്തികളെയും ചോദ്യം ചെയ്യുകയും അവരുടെ ചെയ്തികളെ വളരെ കൃത്യമായി വിമർശനപരമായി കാണുകയും ചെയ്യുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷവും ഇന്ത്യയുടെ സ്വപ്നമാണ്. ഇന്ത്യക്കത് ആവശ്യമാണ്. പക്ഷെ അത് നടക്കുന്നില്ല. ഇങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുള്ള വിഘടനവാദത്തിൻ്റെയും ഭാഷാവാദത്തിൻ്റെയും സിനിമാവാദത്തിൻ്റെയും പലതരത്തിലുള്ള വാദങ്ങളിലൂടെ ഇന്ത്യയിൽ പ്രാദേശിക കക്ഷികൾ രൂപം പ്രാപിക്കുന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ 75 വരെ അവർ പോയി. പിന്നെ വീണ്ടും ജനതാ പാർട്ടി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് തളരുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് തളർന്നിടത്തൊക്കെ പ്രാദേശിക പാർട്ടികൾ വളർന്നു വരുന്ന കാഴ്ചയും നമ്മൾ ഗൗരവമായി കണ്ടു. അതിനൊരു അപവാദമുണ്ടായത് അല്ലെങ്കിൽ ഒരു മാറ്റമുണ്ടായത് BJP ദേശീയ തലത്തിൽ വരുമ്പോഴാണ്. പക്ഷേ BJP വന്നപ്പോൾ BJPയുടെ ശരി തെറ്റുകളെ കൃത്യമായി എതിർക്കുന്നതിനുള്ള ഒരു വളരെ കൃത്യമായ പ്രതിപക്ഷമായി മാറാൻ ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ പ്രതിസന്ധിയാണ്. ഈ താൽക്കാലിക പ്രതിഭാസങ്ങൾ, ഒരുപക്ഷെ CJP നാളെ രാഷ്ട്രീയ പാർട്ടി ആകുമായിരിക്കാം, അവർ സംഘടനാ കൂട്ടായ്മ വരുമായിരിക്കാം, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ എടുത്ത് അവർ സമരം ചെയ്തെന്നിരിക്കാം, ആ സമരത്തിന് ന്യൂജൻ കുട്ടികളുടെ പിന്തുണ കിട്ടിയെന്നിരിക്കാം, എല്ലാം സംഭവിക്കാം. ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ സർക്കാർ പിന്നോട്ട് പോയെന്നുമിരിക്കാം. പക്ഷേ ചിലപ്പോൾ അവർ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചു വന്നിരിക്കാം. പക്ഷേ ഇതിനെ മുതലാക്കിക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ യുവാക്കളും ചെറുപ്പക്കാരും പങ്കെടുത്ത് അതിനെ തിരുത്തുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു വലിയ മുഖ്യധാര പാർട്ടി ഉണ്ടായാലും ഒക്കെ അത് നമുക്കൊരു പരിധിവരെ അംഗീകരിക്കാം, അതിനപ്പുറം നിൽക്കുന്നത് ഇന്ത്യ എന്ന സംവിധാനത്തിന് ഒരുപാട് അപകടമുണ്ടാക്കും. അവിടെ ഈ സമരം വിജയിക്കുമ്പോൾ തന്നെ ഈ സമരം ധാർമ്മികതയുടെ ഒരു വിജയമാണ് എന്ന് തീർച്ചയായും പറയാൻ പറ്റും. കാരണം എടുത്തിരിക്കുന്ന വിഷയം ഒരു ധാർമ്മികതയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനകത്ത് ഡയറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് യുവാക്കളെയും യുവതികളെയും ഒക്കെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ ആ ആകർഷണം എന്ന് പറയുന്നത് ഒരു അരാജകത്വത്തിലേക്കോ അരാഷ്ട്രീയത്തിലേക്കോ പോകാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നോ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ഇടിച്ചിക്കാൻ ഒന്നുമല്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭരണ പാർട്ടികളും അവരെ നഖശിഖാന്തം അവരുടെ ഓരോ ചെയ്തികളെയും കണ്ണിമ ചിമ്മാതെ വിലയിരുത്തുന്ന പ്രതിപക്ഷവുമാണ് വേണ്ടത്. അത് ആരെപ്പോൾ പ്രതിപക്ഷത്ത് ഭരണപക്ഷത്ത് വരണമെന്നുള്ളതൊക്കെ ജനാധിപത്യം തീരുമാനിക്കട്ടെ. പക്ഷെ അതിനപ്പുറമുള്ള മൂവ്മെൻറ്റുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് രാജ്യമെന്നുള്ള നിലയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കും. ഇങ്ങനെ ആശങ്കകൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയേണ്ടത് ഈ ആശങ്കകൾക്ക് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളോ യുവജനങ്ങളോ ഒന്നുമല്ല, ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംരക്ഷകരാകുകയാണെങ്കിൽ അവർ വളരെ കോഷ്യസ് ആവണം എന്നുള്ളതാണ് ഈ ഡൽഹി നൽകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പാഠം.